നിങ്ങൾ നേരിട്ട് കണ്ടില്ല? നേരിട്ട് തൊട്ടടുത്തായിരുന്നു. ഒറ്റ ചാട്ടം ഞാൻ അടുത്ത് വേറെ എന്തോ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കടുവയാണ്. എന്താ കൊണ്ട് ബൈക്കൊന്നും പറ്റിയില്ല, മറിഞ്ഞൊന്നുമില്ല. പിന്നെ ഒരു 3-4 മീറ്റർ പുറകെ നമ്മുടെ കൂടെ പോന്നു, ഓടി വന്നു. അന്നേരം തന്നെ കാലൊക്കെ വരച്ച് തളർന്ന പോലെ ആയിപ്പോയി. ഭയങ്കര ഒരു നിർത്തിയില്ല, എവിടെയും നിർത്തിയില്ല. ആ കാട്ടിൽ എവിടെയും നിർത്തിയില്ല, നമ്മളെ വിട്ടു പോന്നു. തൊട്ട് പുറകിലെ പിന്നെ കാറുകാരുണ്ടായിരുന്നു. അയാൾ പിന്നെ ഓണടിച്ചു, കുറെ നേരം ഓണടിച്ചു. പിന്നെ ഞങ്ങൾ വരുന്നവരോടൊക്കെ പറഞ്ഞു അവിടെ കടുവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. കാറുകാരൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഷ്ടിച്ച് ഓണടിച്ചപ്പോ മാറിപ്പോയതും. നമസ്കാരം. വയനാട് ജില്ലയിലെ വന്യമൃഗ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിരന്തരം എന്ന് പറയുന്ന പോലെ, എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇവിടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ, അതിപ്പോൾ ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും മറ്റ് വന്യജീവികളായിട്ടും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ നിരവധി തവണ കാണിച്ചിട്ടുമുണ്ട്. അത്തരം കാഴ്ചകൾ കാണാനാണ് നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്നലെ, അതായത് തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് പുൽപ്പള്ളി പ്രദേശത്ത് നിന്ന്, അതായത് വീട്ടിമൂല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പുൽപ്പള്ളി ദാസനക്കര ആ ഒരു ഫോറസ്റ്റ് വഴി വന്ന ആളുകൾ പെട്ടെന്ന് ഒരു കടുവ അവരുടെ നേരെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർ വലിയ തോതിൽ അവർ ഭയപ്പെടുകയും കുറേ ദൂരം അവരെ ചേസ് ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തൊട്ട് പുറകിൽ വന്ന ഒരു കാറുകാരനാണ് അവരെ ഓണടിച്ച് ഈ ഒരു കടുവയെ പിന്തിരിപ്പിച്ചതും അങ്ങനെ അവർ രക്ഷപ്പെട്ടതും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആ ആളുകളോട് തന്നെ, അതായത് ആ സംഭവം നേരിട്ട് അനുഭവിച്ച ആ ബൈക്ക് യാത്രക്കാരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. രണ്ടുപേര് നമ്മുടെ കൂടെയുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഷിജു. ചേട്ടൻ്റെയോ? രതീഷ്. എന്താ ചേട്ടാ ശരിക്കും സംഭവിച്ചത്? രാവിലെ ഞങ്ങളൊരു 7:45. ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ രാവിലെ 7:50 ആ ടൈമിൽ. അതായത് ഇന്നലെ തിങ്കളാഴ്ച രാവിലെ 7:45 ആ ടൈമിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. 54 അന്നേരമാണ് കടുവ. ചേകാടി ഭാഗത്ത് അല്ലേ? അല്ല, കുറിച്ചിപ്പറ്റ. ശരിക്കും ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? വീട് എവിടെയാണ്? എൻ്റെ വീട് വീട്ടിമൂല. അപ്പോൾ ഏത് ഫോറസ്റ്റിൽ കൂടെ വന്നുകൊണ്ടിരുന്നത്? അത് കുറിച്ചിപ്പറ്റ. പാക്കത്തുനിന്ന് നമ്മുടെ കുറുവ വഴിയുള്ള വഴി? കുറുവ വഴിയല്ല, ഞങ്ങൾ മാനന്തവാടി റോഡ് തന്നെ. ആ വഴി തന്നെ. ഏത് നമ്മുടെ മാനന്തവാടി കാട്ടിക്കുളത്തേക്ക് വരുന്നത്? ഈ കാട്ടിക്കുളത്തേക്കല്ല, നമുക്ക് നേരെ പുൽപ്പള്ളി മാനന്തവാടി റോഡില്ലേ, ഹൈവേ റോഡ്, ആ റോട്ടിൽ നിന്ന്. അപ്പൊ ആ സമയത്ത് അവിടെ ആ തേക്കും കാട്ടിന്ന്? ഓഹോ. നിങ്ങൾ നേരിട്ട് കണ്ടില്ല? നേരിട്ട് തൊട്ടടുത്തായിരുന്നു. ഒറ്റ ചാട്ടം ഞാൻ അടുത്ത് വേറെ എന്തോ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കടുവയാണ്. തൊട്ട് പുറകിലെ പിന്നെ കാറുകാരുണ്ടായിരുന്നു. അയാൾ പിന്നെ ഓണടിച്ചു, കുറെ നേരം ഓണടിച്ചു. ചേട്ടനാണ് ബൈക്ക് ഓടിച്ചേ? അല്ല. ഓക്കെ. എന്നിട്ട് പിന്നെ എന്താ കൊണ്ട് ബൈക്കൊന്നും പറ്റിയില്ല, മറിഞ്ഞൊന്നുമില്ല. പിന്നെ ഒരു 3-4 മീറ്റർ പുറകെ നമ്മുടെ കൂടെ പോന്നു, ഓടി വന്നു. അപ്പോൾ ഓണടിച്ചു, കുറെ നേരം ഓണടിച്ചു, അങ്ങനെ കയറി കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ കുറ്റിക്കാടുണ്ട്, അടിക്കാടുണ്ട്. അങ്ങനെ പിന്നെ പമ്പിരുന്നത് തന്നെ നമ്മൾ അറിയില്ല. അത് കുഴിയാണ്. നല്ല കാടുണ്ട്, അടിക്കാടുണ്ട്. അതൊന്നും വെട്ടിയിട്ടില്ല ഫോറസ്റ്റുകാർ. അതായത് നമ്മുടെ പയ്യമ്പള്ളിക്ക് പോകുന്ന റോഡല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? അവിടെ അങ്ങനെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഫോറസ്റ്റാണ് സംഭവം. പക്ഷെ അങ്ങനെ നമ്മൾ കടുവ, ആനയൊക്കെ പിന്നെ കാണാം. ഈ കടുവ നമ്മൾ പമ്മിരിക്കണം. പിന്നെ കുറ്റിക്ക ചെറിയ അടിക്കാട് നന്നായിട്ടുണ്ട്. രാവിലെ ഒരു 7:45 7:50 ആ ടൈമിന് കാറുകാർ ശരിക്കും കണ്ടല്ലേ? കാറുകാരുണ്ട്. അവരുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കഴിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പുറകെ വലിയ കടുവ വലിയ കടുവ.
ഇതിനു മുന്നേ ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? ഇല്ല, അനുഭവമില്ല, ആദ്യമായിട്ടാണ്. ഓഹോ. ഈ ഒരു പ്രാവശ്യം പോലും ആനനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കടുവയെ ആദ്യമായിട്ട് നേരിട്ട് ആണല്ലേ? അതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോ. അതെ. ഇപ്പൊ ഇത് വേറെ ആരുടെയും പറയുകയൊക്കെ ചെയ്തായിരുന്നോ? പറഞ്ഞ നമ്മുടെ പിന്നെ ചാട്ടമ്പള്ളി വിളിച്ചു പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മുടെ ഫെൻസിങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിമുലയിലെ. അപ്പോൾ പിന്നെ ഫോറസ്റ്റുകാരൊക്കെ അതിലുണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ വന്ന ഒന്നും അന്വേഷിച്ചൊന്നുമില്ല, എന്താ സംഭവം വീട്ടിലൊന്നും വന്ന് അന്വേഷിച്ചൊന്നുമില്ല. കാടായതുകൊണ്ട് അതുകൊണ്ട്. പക്ഷെ നമ്മുടെ അടുത്താണ് നമ്മുടെ വീട്. ഫോറസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഇല്ല, അത്ര അടുത്താണ് വീട്ടിൽ പോകുന്നത്. പിന്നെ പേടിച്ചു പോയാ? പേടി വെച്ചാൽ ഭയങ്കര പേടിച്ചു പോയി. നമ്മളിത് ഓർക്കപ്പുറത്താണല്ലോ, ഓർക്കപ്പുറത്താണല്ലോ. അതേ ഉള്ളൂ, സിനിമയിലും ടി വി ഒക്കെ കണ്ട് പരിചയമുള്ളൂ. പേരെങ്ങനെയായിരുന്നു? രതീഷ്. ഞാനാ ബൈക്ക് ഓടിച്ചത്. ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവല്ലേ? എനിക്ക് കാണാൻ പറ്റിയില്ല, ചെറിയൊരു മിന്നായം പോലെ കണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം പന്നിയാന്ന് വിചാരിച്ചു. ഇതിന്റെ സൗണ്ടേ പന്നിയുടെ സൗണ്ട് പോലെയാ കേട്ടെ. അപ്പൊ പുറകിലിരുന്ന ആള് പറഞ്ഞു, ഷിജു പറഞ്ഞു അന്നേരം പിന്നെ അത് കടുവയാന്ന് പറഞ്ഞു. ഞാൻ അപ്പം വേഗം വിടുകയും ചെയ്തേ, നല്ല സ്പീഡിൽ വിടുകയും ചെയ്തേ. അന്നേരം തന്നെ കാലൊക്കെ വിറച്ച് തളർന്ന പോലെ ആയിപ്പോയി. ഭയങ്കര ഒരു നിർത്തിയില്ല, എവിടെയും നിർത്തിയില്ല. ആ കാട്ടിൽ എവിടെയും നിർത്തിയില്ല, നമ്മളെ വിട്ടു പോന്നു. ചുരുങ്ങിയ സ്ഥലമല്ലേ കുറച്ചുള്ളൂ? ചുരുങ്ങിയ സ്ഥലം 1.5 കിലോമീറ്റർ അത്രയില്ല, 1.5 ഊട്ടിയാ മതി. പിന്നെ ഞങ്ങൾ വരുന്നവരോടൊക്കെ പറഞ്ഞു അവിടെ കടുവയുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞു, അവര് നോക്കി പോയി. കാറുകാരൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഷ്ടിച്ച് ഓണടിച്ചപ്പോ മാറിപ്പോയതും, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. ഇതിനു മുന്നത്തെ ഇങ്ങനെ അനുഭവം ഇല്ല. ഞാൻ കാട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നു, കുറുവാദ്വീപിൽ അവിടെ ആയിരുന്നു നമ്മുടെ വീടും. വെളുവിലിന്ന് ആദ്യം അവിടെ 4 ഭാഗം വനത്തോട് ചുറ്റപ്പെട്ട സ്ഥലമാണ് വെളുവിലി. ആദ്യമായിട്ട് അനുഭവമാണ്. അവിടുന്ന് പോലും ഈ അനുഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടായത്. അതും ബൈക്കിന്റെ നേരെ. ബൈക്കിന്റെ നേരെ. എനിക്ക് ശരിക്കും ഓടിക്കുമ്പോ എനിക്ക് കാണാനും പറ്റിയില്ല. ചെറിയൊരു മിന്നായം പോലെ. ഈ ചേട്ടൻ പറയുമ്പോഴായിരിക്കും അറിയുന്നേ. ചേട്ടൻ പറയുമ്പോഴാ അറിയുന്നേ, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു ആ സമയത്ത്. പോലെ പെട്ടെന്ന് ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പേടിച്ച് നമ്മളെ കൈ കാറുമ്പോ ആണ് ഭയങ്കര വിഷയം വരുന്നത്. ഓടി വരുമ്പോ നമ്മൾ അങ്ങനെ ആന ഓടിച്ചാലും അങ്ങനെ തന്നെയാ പെട്ടെന്ന് നമുക്ക് ആന പോലും ഇതിന്റെ മുന്നിൽ പെട്ടിട്ടുണ്ട്, എന്നാലും ഇത്ര വിഷയമായിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതും. വീട്ടുകാരോടൊക്കെ പറഞ്ഞായിരുന്നു? വീട്ടുകാരൊക്കെ പറഞ്ഞായിരുന്നു. അവര് ഒരു ദൈവം. ഞങ്ങളൊന്നാമത് നോയമ്പില് ശനിയാഴ്ച നോയമ്പില് ഒരാഴ്ചയായിട്ട് മലക്ക് പോവാനാ രണ്ടുപേരും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. പിള്ളേരെ ഭാഗ്യാണോ ആരെ ഭാഗ്യാന്നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഏതായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. തലനാരിക്കാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഏതായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആന ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത് ബൈക്കിൽ പോകുന്ന സമയത്തായിരുന്നു. ആ സമയത്തൊക്കെ നമുക്കറിയാം, പെട്ടെന്ന് കാല് നമുക്ക് സ്റ്റക്കായി പോകുന്ന പോലെയൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഓടുന്നത് വളരെ സ്ലോയിലാണെന്നൊക്കെ നമുക്ക് തോന്നും, നമ്മൾ ഇഴയാണെന്നൊക്കെ നമുക്ക് തോന്നും. കാരണം വന്യമൃഗങ്ങൾ നമുക്കറിയാം വളരെ സ്പീഡിൽ ഓടുന്ന ജീവികളാണ്. ഏതായാലും ഇത് ആനയല്ല, ഒരു കടുവയാണ് അവരുടെ നേരെ വന്നത്. വലിയ കടുവ തന്നെയാണെന്നാണ് അവർ നമ്മളോട് സംസാരിച്ചത്. ഒരു 3 മിനിറ്റോളം അവരുടെ പുറകെ അവരെ ചേസ് ചെയ്തിരുന്നു എന്നാണ്. പുറകിലിരുന്ന ആ ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ കടുവയെ ഏറ്റവും കൃത്യമായിട്ട് കണ്ടത്. മുമ്പിലിരുന്ന ആൾ ബൈക്ക് ഓടിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത്രയ്ക്കും ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല. ഏതായാലും നല്ല ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവർ തന്നെ പറഞ്ഞ് കൈയൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഈ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇത്തരത്തിലുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഏതായാലും അവരുടെ അനുഭവങ്ങൾ കേട്ടു. ഇതുപോലെയുള്ള പല സംഭവങ്ങളും, പലരും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്.
പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ചിലത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ചാനലിൽ തന്നെ സത്യൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ പുറകെ കടുവ വന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കാണിച്ചത്. ആ ചേട്ടൻ പക്ഷേ ചേകാടിയിൽ നിന്ന് പാക്കത്തേക്ക് പോകുന്ന ആ റൂട്ടിലായിരുന്നു, കുറുവാ റോഡിലൂടെയായിരുന്നു ആ ചേട്ടൻ പോയിക്കൊണ്ടിരുന്നത്. ഇവർക്ക് സംഭവിച്ചത് ആ പാക്കം എത്തിയതിന് ശേഷമുള്ള പുൽപ്പള്ളിക്കുള്ള ആ ഒരു മെയിൻ റോഡിൽ കൂടെയുള്ള വഴിക്ക് പോയപ്പോഴാണ്. അവിടെ അടിക്കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മൃഗം നിന്നാൽ കാണുന്നില്ല എന്നുള്ളൊരു കാര്യവും അവർ സംസാരിക്കുന്നത് കേട്ടു. ഏതായാലും തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്, അവരുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്